ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു പാട്ടാണ് പാടുന്നത്. അമ്മയെക്കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ചിട്ട് 2-3 വാക്കുകൾ പറയാം കേട്ടോ. അമ്മ ഞങ്ങളെയൊക്കെ വിട്ടുപോയിട്ട് 3 വർഷമൊക്കെ കഴിഞ്ഞു. അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ് കേട്ടോ. ഇനിയൊരു ജന്മത്തിൽ എനിക്കൊരു അമ്മയായിട്ട് കിട്ടുകയാണെങ്കിൽ എൻ്റെ ലക്ഷ്മി അമ്മ തന്നെ മതി എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. എപ്പോഴും അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് മാത്രം അമ്മയ്ക്ക് സംസാരിക്കാൻ അറിയുള്ളൂ. ഭർത്താവ്, എല്ലാ അമ്മമാരും അങ്ങനെയാണ്. ഭർത്താവ്, മക്കൾ, വീട്, അതുതന്നെയാണ് അവരുടെ ലോകം. പക്ഷേ അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അമ്മമാരുണ്ട്. പക്ഷേ എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അച്ഛൻ, ഞാൻ, എൻ്റെ അനിയൻ, ആ വീട്, അതിനപ്പുറം ഒരു ലോകത്തെ അമ്മയ്ക്ക് അറിയില്ല. ഇപ്പോൾ വേറെ എവിടേക്കെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒറ്റയ്ക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ബസ് കയറി വരാൻ എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. അല്ലെങ്കിൽ സ്വിച്ച് ഇടാനും ഓഫാക്കാനും ഓണാക്കാനും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ഒരാളാണ് എൻ്റെ അമ്മ. പക്ഷേ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറയാനറിയാം, പിന്നെ പണിക്ക് പോകാനറിയാം. പണിക്ക് പോകണം, അരിയും നെല്ലും നിറയെ ഉണ്ടായിരിക്കണം, കയ്യിലെപ്പോഴും ക്യാഷ്, പണി ചെയ്ത് അതിൻ്റെ കൂലി അച്ഛനെ ഏൽപ്പിക്കണം. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്കുള്ളത്. പാവമാണ്. പിന്നെ എന്നെ തല്ലിയിട്ടേ ഇല്ല, എന്നെ വഴക്കിട്ടിട്ടില്ല, എന്നെ തല്ലിയിട്ടുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമമാകും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. അമ്മ ഉണ്ടാവുമ്പോൾ അതിൻ്റെ വില നമുക്കറിയില്ല. ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ വില അറിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അമ്മയെക്കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ് പാടുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ അമ്മേനെ ഓർക്കാറുണ്ട് കേട്ടോ. മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും, മക്കളെ അങ്ങനെ തന്നെയാണ്. നമ്മളെ അമ്മമാരെ ഒരിക്കലും നമ്മൾ മരിച്ചു പോയാലും മറക്കില്ല. മരണം എല്ലാവർക്കും ഉള്ളതാണ് മരണം എന്ന് പറയുന്നത്. ഒരു ജനനം ഉണ്ടെങ്കിൽ ഒരു മരണമുണ്ട്. അപ്പോൾ അമ്മ കുറച്ച് നേരത്തെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറയുക, അച്ഛനാണ് കൂടുതലും ഇഷ്ടം. പക്ഷേ അമ്മയോടാണ് എൻ്റെ വാശികളൊക്കെ ഞാൻ കൂടുതലായിട്ട് കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വാശികളൊക്കെ അമ്മയോടാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആദ്യക്കുട്ടൻ അനിയണ്ണനോട് ഭയങ്കര ഇഷ്ടവും ഭയങ്കര സ്നേഹവും നല്ല ബഹുമാനവും പേടിയൊക്കെയാണ്. പക്ഷെ കൂടുതൽ ഓവർ സ്വാതന്ത്ര്യം എൻ്റെ അടുത്താണ് കാണിക്കാറുള്ളത്. എന്താവശ്യങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയും. അച്ചായൻ്റെ അടുത്ത് പറയുന്നത് കുറവാണ്. എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയാം, എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയും. പക്ഷെ ഒരു കടയിൽ അച്ചായൻ്റെ കൂടെ ആണെങ്കിൽ അവൻ പറയില്ല. അതിൽ തൊട്ട് നിൽക്കുന്നല്ലാണ്ട് അത് അനിയണ്ണൻ അത് മനസ്സിലാക്കിക്കൊള്ളണം, മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കണം. അങ്ങനെയുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളാണെങ്കിൽ അത് വാങ്ങിത്തരണം പറഞ്ഞ് കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പം ഞാനും അങ്ങനെയാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ടൂർ പോകണമെങ്കിലൊക്കെ അമ്മയോട് പറഞ്ഞ് എന്ത് കാര്യമാണ് അമ്മയോടാണ് ആവശ്യങ്ങളൊക്കെ പറയാറുള്ളത്. പിന്നെ പഠനകാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തൊക്കെ വർക്കിനൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ കിറ്റക്സിലൊക്കെ ഓരോ സ്ഥലത്ത് നമ്മൾ താമസിച്ച് വർക്കൊക്കെ ചെയ്യുമ്പോഴും കല്യാണം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ വരുന്നതെന്ന് അറിയുമ്പോൾ അമ്മ വാതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കും, ഇങ്ങനെ എത്തി നോക്കും. നമ്മൾ വരുന്നുണ്ടോ എന്ന് നോക്കും. വന്നു കഴിഞ്ഞ ഉടനെ കൈ കഴുകി ഭക്ഷണം കഴിക്കി. ഫോൺ വിളിച്ചു കഴിഞ്ഞാലും പറയുന്നത് ഭക്ഷണം കഴിച്ചോന്നേ ചോദിക്കുകയുള്ളൂ. എനിക്കാണെങ്കിൽ ചോറിനേക്കാൾ കൂടുതൽ കറിയാണ് വേണ്ടത്. അപ്പം കറി വേഗം കഴിഞ്ഞു പിന്നെ കറിയില്ല, ചോറ് മാത്രമാണെങ്കിൽ ഞാൻ വേഗം കൊണ്ട് കളയേ ചെയ്യുള്ളൂ. അപ്പം അമ്മേനെ കാണാണ്ടേ ഞാൻ കളയുള്ളൂ കേട്ടോ. അമ്മേനെ കാണാണ്ട് കളഞ്ഞിട്ട് അറിയാത്ത പോലെ ആയിരിക്കും. അപ്പോൾ നീ ഇത്ര പെട്ടെന്ന് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ചോദിക്കും. അച്ഛനാണെങ്കിൽ വടിയെടുത്ത് അവിടെ ഇരുത്തി തീറ്റിക്കുകയും ചെയ്യും, നോക്കിക്കൊണ്ടിരിക്കുക. അമ്മ ഒന്ന് അങ്ങോട്ട് മാറുമ്പോൾ കളയും. അപ്പോൾ കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ, അമ്മയെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പം ഞാൻ
എന്താ പറയുക, നമ്മുടെ ആദ്യക്കുട്ടനൊക്കെ അവൻ്റെ പിന്നാലെയാണ് നമ്മളെപ്പോഴും. ഇപ്പോഴൊക്കെ എൻ്റെ അമ്മേനെ ഞാനിങ്ങനെ ഓർക്കും. ഞാൻ പ്രസവിച്ച് കഴിഞ്ഞൊരു ഒരു 6 മാസം, എൻ്റെ മകന് 9 മാസമാകുന്ന സമയത്താണ് അമ്മ സുഖമില്ലാതെ ആകുകയും മരണപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ മകന് പാലൊക്കെ കൊടുക്കും. എൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അവന് നോക്കും. അമ്മ ചിലപ്പോൾ ആലോചിക്കുന്നത് എന്നെ കുഞ്ഞിലെ എന്നെ നോക്കിയതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അമ്മ ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ അസുഖം വരും, ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ആരും വിചാരിച്ചതേ അല്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു നഷ്ടം നമുക്ക് ഒരിക്കലും നികത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും അമ്മമാരെ നല്ലപോലെ സ്നേഹിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അമ്മയും മക്കളാകുമ്പോൾ എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായൊരു വേദന കൂടുതലായിട്ട് അറിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഒരു പാട്ടാണ് പാടുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടുന്നത്. അപ്പം ഞാൻ തുടങ്ങുകയാണ്. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിൻ്റെ ലോകം. ഇതുപോലൊരീശ്വര ജന്മം ഈ ഭൂമിക്കു കാവലാണെന്നും. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിൻ്റെ ലോകം. ഇതുപോലൊരീശ്വര ജന്മം ഈ ഭൂമിക്കു കാവലാണെന്നും. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിൻ്റെ ലോകം. ഉദരത്തിൽ ജന്മം കൊടുത്തും ഊഷ്മള സ്നേഹം പകർന്നും. ഉദരത്തിൽ ജന്മം കൊടുത്തും ഊഷ്മള സ്നേഹം പകർന്നും. ഋതുക്കൾ ഓരോന്നും പോയി മറഞ്ഞു, എത്രയോ ജന്മം പിറന്നു വീണു. ഋതുക്കൾ ഓരോന്നും പോയി മറഞ്ഞു, എത്രയോ ജന്മം പിറന്നു വീണു. എത്രയോ ജന്മം പിറന്നു വീണു. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിൻ്റെ ലോകം. ഏതൊരു യാതനയ്ക്കുള്ളിലും ഐശ്വര്യലക്ഷ്മിയായി വിളങ്ങി നിൽക്കും. ഏതൊരു യാതനയ്ക്കുള്ളിലും ഐശ്വര്യലക്ഷ്മിയായി നിറഞ്ഞു നിൽക്കും. എന്നും തിളങ്ങും ദീപമായി ഓരോ മനസ്സിൽ തെളിഞ്ഞു നിൽക്കും. എന്നും തിളങ്ങുന്ന ദീപമായി ഓരോ മനസ്സിൽ തിളങ്ങി നിൽക്കും. ഔദാര്യമല്ലേ പുണ്യജന്മം, അമ്പരം നിറയുന്ന പുണ്യസത്യം. അമ്മയാണെന്നും അമ്മ മാത്രം. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിൻ്റെ ലോകം. ഇതുപോലൊരീശ്വര ജന്മം ഈ ഭൂമിക്കു കാവലാണെന്നും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട് കേട്ടോ നമ്മുടെ സിനി ചേച്ചി. അവർക്ക് ഒരു പനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനും ഇതാണ് കേട്ടോ. അപ്പോൾ സിനി ചേച്ചി എന്താ പറയുക, ഒന്നും പറയുന്നില്ല. അവർക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മക്കളുണ്ടായത്. ഇരട്ട കുട്ടികളാണ്. അപ്പോൾ അവരൊരു മിനിറ്റ് കാണാണ്ടാവുക, അല്ലെങ്കിൽ എങ്ങാനും വീണിട്ടൊക്കെ കാലിൽ മുറിവ് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മമാരെപ്പോഴും അങ്ങനെയാണ്.
മക്കൾ എത്ര വലുതായി കഴിഞ്ഞാലും 50 വയസ്സായാലും 60 വയസ്സായി കഴിഞ്ഞാലും മക്കൾ എപ്പോഴും അമ്മമാർക്ക് കുഞ്ഞു മക്കൾ തന്നെ ആയിരിക്കും. അപ്പം എല്ലാ അമ്മമാരും അങ്ങനെയായിരിക്കും. നമ്മുടെ നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ അവർ ജനിച്ച് ഇപ്പോൾ അവർക്ക് ഇടാൻ കൊടുത്ത കുഞ്ഞുടുപ്പുകൾ സൂക്ഷിച്ച് വെക്കും. അപ്പം ഞാനും അതുപോലെ നമ്മുടെ ആദിക്കുട്ടൻ്റെ 1-2 കുഞ്ഞുടുപ്പുകൾ ജനിച്ച സമയത്തുള്ള ഒരു കുഞ്ഞുടുപ്പുകൾ ഒരു നിധി പോലെയാണ് കേട്ടോ ഞാനും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കൊക്കെ ചെയ്യുന്നത് എൻ്റെ അമ്മേനെയാണ് കേട്ടോ. അമ്മയില്ലെങ്കിലും അച്ഛനും അനിയനും ഒക്കെ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. പക്ഷെ അമ്മേൻ്റെ കുറവ് നമുക്ക് ഒരിക്കലും നികത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു സങ്കടം തന്നെയാണ്. എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സങ്കടമാണ്. ലാസ്റ്റ് ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഈ വീടിൻ്റെ കല്യാണം കഴിഞ്ഞ വീടാണിത്. ഈ വീടിൻ്റെ മുൻവശത്തൊരു കുളമുണ്ട്. അവിടെ പോകാതെ എൻ്റെ മകനെ നോക്കണം എന്നാണ് എൻ്റെ അമ്മ ലാസ്റ്റായിട്ട് സംസാരിച്ചത്. അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിലാക്കുന്ന സമയത്ത് എൻ്റെ അനിയണ്ണന് കാലിൽ പരിക്ക് പറ്റിയിട്ട് ഇവിടെ കിടക്കുകയാണ്. കൊറോണ ടൈമാണ്. ആദ്യക്കുട്ടന് 9 മാസമാണ്. കൊറോണ സമയമായതുകൊണ്ട് മകനെയും കൊണ്ട് കാണാൻ പോകാൻ പറ്റില്ല. പക്ഷെ അമ്മയ്ക്ക് എന്നെ കാണണം പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അബോധാവസ്ഥയിലായിരുന്നു എൻ്റെ അമ്മ. പക്ഷെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മേൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരുമായിരുന്നു. ഇനി അതിൽ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനും കരയും. അപ്പോൾ അത് ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ. അത് വെറുതെ നമ്മൾ കരഞ്ഞു പോകും. അപ്പം ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു പാട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ശരി, ടാറ്റാ.